പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. ഈ ഇടവകയിൽ ഞാൻ കൈക്കാരനായിട്ട് 3 മാസമായിട്ടുള്ളൂ. പക്ഷെ അതിക്ക് മുമ്പ് മുതൽ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു സഹായത്തിനായിരുന്നു. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ആദ്യം യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എല്ലാം അടുത്ത എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നല്ല രീതിയിൽ പറഞ്ഞെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം, ആരെയും വേർതിരിക്കാതെ നല്ല ഒരുമയോടെ കൊണ്ടുപോകാനും ഇരിക്കുന്ന സമയത്ത് ആണ് ഔസേപിതാവിൻ്റെ നൊവേന നമുക്ക് നല്ല ലെവലിൽ കൊണ്ടുപോകണം എന്ന ഒരു ആശയം വന്നു. ആദ്യം ഇവിടെ ഒരു നൊവേന ഉണ്ടായിരുന്നു, പിന്നെ അച്ഛൻ വന്ന പിന്നെ ആദ്യം 3 എണ്ണമായി, അത് കഴിഞ്ഞ് 6 എണ്ണമായി. അങ്ങനെ പൂക്കൾ നമ്മുടെ പള്ളിയിൽ വരുന്നവർ സന്തോഷമായിട്ട് പോകണം എന്നതിൽ അച്ഛൻ ഈ പൂക്കൾ വളരെ മനോഹരമായിട്ട് വെക്കണം. അപ്പോൾ എന്നെ കഴിയാവുന്ന അപ്പം എൻ്റെ കഴിവുകൾ അച്ഛൻ മനസ്സിലാക്കി എന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ഈ നിമിഷം വരെ എല്ലാ പൂക്കളുടെയും എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ കൂടെ നിൽക്കാനും അച്ഛൻ എല്ലാം സത്യസന്ധമായിട്ട് ആരും ദുഷിപ്പിക്കാതെ ഒരാളെ കുറ്റം പറയാതെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ വികാരച്ഛൻ വിളിച്ചൻ്റെ യോഗത്തിൽ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സ്വർഗമാം വീട്ടിൽ ചെല്ലവേ വികാരിയച്ഛൻ്റെ വേർപാടിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിക്കാത്തൊരു അനുഭവമാണ്. ഞങ്ങളുടെ ഒന്നുമില്ലാത്ത യാതൊരു കഴിവുമില്ലാത്ത ഓരോ ആൾക്കാരെ പിടിച്ച് ഓരോ സ്ഥാനത്ത് നിർത്തി അവരെ ഉയർത്തിക്കൊണ്ടുപോരാനുള്ള ഇത് അവർക്ക് നമ്മൾ ആരും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ആരും പറയാതെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ആരുടെയും കുറ്റം കേൾക്കാനും നിൽക്കാതെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഉയർത്തി നമുക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അത് പുറത്ത് വേറെ ആരും അറിയാതെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അതേമാതിരി ചെയ്തു തരികയും ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ കേന്ദ്ര സമിതിയിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ഇന്നമാതിരി ചെയ്താൽ മതി എന്നും പറഞ്ഞ് പ്രവർത്തിച്ച് ഞങ്ങളെല്ലാ കാര്യത്തിനും മുന്നിട്ട് ഇറക്കുകയും എല്ലാം ചെയ്യുന്ന ജോളിയച്ഛൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുവരെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല. കേന്ദ്ര സമിതിയുടെ പേരിൽ ആദരാഞ്ജലികൾ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛനൊരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിഞ്ഞു. കണ്ണീരോടെ കൂടെയുള്ള പ്രാർത്ഥന അനുഭവമാവുകയും അത് സാഫല്യമായി അനുഗ്രഹങ്ങൾ നേടുമെന്നും ഇടവകയിൽ പൊതുവായിട്ടുള്ള ഇടവകയിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് അച്ഛൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആയിരങ്ങൾ ബുധനാഴ്ച ദിവസവും ഈ ഇടവകയിൽ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം തേടി പോകാറുണ്ട്. എത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു